ലോക്കപ്പിൽ കിടന്നപ്പോ ഒന്ന് ചൊട്ടിയത് പോലെ വല്ല തട്ടോ മുട്ടോ കിട്ടിയോ? കല്ലൂക്കാരന്റെ രോമം കണ്ടാ പറയ്ക്കാത്ത ഏതവനാടാ ഈ സ്റ്റേഷനിലുള്ളത്? ചേച്ചാ നമുക്ക് നാണിക്കടല്ലേ? അധികം വിളമ്പാതെ ഒന്ന് വണ്ടി എടുക്കടാ. കൊച്ചുമുതലാളി ലോക്കപ്പിൽ കിടന്നപ്പോ ഒരു കൂട്ടിന് വേണ്ടി എനിക്കും കൂടെ വന്ന് കിടക്കണമെന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ലോക്കപ്പ്? നമ്മുടെ വീട് പോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ നല്ലോണം ഫർണിഷ് ചെയ്ത AC ഡീലക്സ് റൂമല്ലേ അവിടെ. എന്നാൽ എനിക്കും കൂടി ഒരു ദിവസം അവിടെ കിടക്കണം. നീ പോകുന്നല്ലേ എന്നെ കൂടി വിളിക്കണേ. ആ പോലീസുകാർ വന്ന് ചോദിച്ചപ്പോ ഹോട്ടലിലെ മാനേജരും മറ്റു ജോലിക്കാരും ഒരക്ഷരം മിണ്ടിയില്ല. അവർക്ക് സ്റ്റാൻലി എന്ന് പറഞ്ഞ മൂത്രം പോവും. അപ്പതാ കാഞ്ഞിരപ്പള്ളിയിലെ രേഖ കൊച്ചു വിളിച്ചു പറയുക, കുട്ടപ്പായുടെ അനിയനാ ജെയിംസിനാണ് ചോദിക്കുന്നതെന്ന്. നമ്മുടെ അനിത മോളും ആ ജെയിംസും തമ്മിൽ എന്തോ ഡിൻഗോലാഫി ഉണ്ടെന്ന് പറയുന്നത് നേരാ? ഒന്ന് മിണ്ടാതിരിട. ഞാൻ മിണ്ടാതിരിക്കാം, പക്ഷെ നാട്ടുകാരെ വാ മൂടി കെട്ടാൻ പറ്റുമോ? നാട്ടുകാര് പറയുന്നതേ പോലീസിനെ കല്ലെറിഞ്ഞതിനും തെളിവെടുത്തതിനും മാത്രമല്ല മുതലാളി ജെയിംസിനെ തല്ലിയതെന്നാ. എടാ വായടയ്ക്കാൻ. മുതലാളി ഞാനൊന്ന് വായ തുറക്കുക. രേഖ കൊച്ചിന്റെ കാറ്. നീ എന്തിനാ എസ്റ്റേറ്റിൽ പോടിപ്പോന്നേ? ആ മുസ്തഫ ഒന്ന് പറഞ്ഞപ്പോഴല്ല ഞാൻ വിവരം പറഞ്ഞത്. കാഞ്ഞിരപ്പള്ളിയിലെ കൊച്ചിനെ തൊട്ടന്റെ തല എറിയാൻ മേലായിരുന്നു സണ്ണിച്ചായ. ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ടാ. ഓ അവനും വന്നല്ലോ. ഇനി നീയും കൂടെ ചേർന്ന് വെട്ടിനും കുത്തിനും ഒന്നും നിൽക്കണ്ട. അമ്മച്ചി തുടങ്ങി ഉപദേശം. അവൾ എന്തേ രേഖ? അകത്തുണ്ട്. നീ കുളിച്ചു വല്ലതും കഴിച്ചിട്ട് ബാങ്കിലേക്ക് വാ. ജെയിംസ് എന്തിനാ അന്നങ്ങനെ പോലീസിൽ മൊഴി കൊടുക്കാൻ പോയേ? കാഞ്ഞിരപ്പള്ളിക്കാരോടുള്ള ശത്രുണ്ട് മാത്രം സ്റ്റാൻലി ഒപ്പിച്ച പണിയാ ചോരകളി ഇത്ര ഉണ്ടാക്കിയത്. എത്ര പിള്ളേർ ആശുപത്രിയിലായെന്നറിയോ? എന്ന് ഡിസ്ചാർജ് ചെയ്യാന്നാ പറഞ്ഞേ? മിക്കവാറും നാളെ കഴിഞ്ഞത്തേക്ക് പോവാം. ഇത്രയും ദിവസം ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് കുറച്ചു സമയം ഇരിക്കാലോ. ഹോസ്റ്റലിൽ നിന്ന് ഞാൻ വീട്ടിൽ പോവാറേ ഇല്ല. അത്രയ്ക്ക് വെറുപ്പുമുട്ടില്ല എനിക്കവിടെ. സാറ്റർഡേയും സൺഡേയും ഏതായാലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും. എന്താടാ ഇത്? അച്ഛായ ഇത് കല്ലുകാരൻ കുട്ടപ്പായുടെ മോളാ അനിത, എന്റെ ക്ലാസ്മേറ്റാ. അത് മനസ്സിലായി. ഇവക്ക് ഇവിടെ എന്നാ കാര്യം? അത് ശരി. അപ്പൊ ഞാൻ കരുതിയത് തന്നെ. സഹതാപതരംഗം. ചിറ്റപ്പനടിച്ച് കൈയും കാലും ഒടിച്ച സഹപാഠിയോട് സഹതാപം തോന്നുക, എന്നിട്ടത് പ്രേമമായിട്ട് വളരുക. എടി കൊച്ചേ, നീ ഇതെന്നാ ഉദ്ദേശിച്ചോണ്ടാ? കാഞ്ഞിരപ്പള്ളിക്കാരുടെ കണക്കപ്പിള്ളയുടെ മകനാ ഇവനെന്നങ്ങനെ അവരറിഞ്ഞാല് ഞങ്ങളോടുള്ള വാശി മുഴുവൻ ഇവന്റെ മുഖത്ത് തീർക്കും. അതിനിടവരുത്തായിരുന്ന രണ്ടു കൂട്ടർക്കും കൊള്ളാം. അത് ഞാൻ പോ. ഇനി അധികം നിക്കണ്ട. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് അടുത്ത പൊല്ലാപ്പിന് അത് മതി. ചെല്ല്. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലേലും ദിവസവും പള്ളി പോക്ക് മുടക്കില്ലല്ലേ ദീനാമച്ചി? ഞങ്ങൾക്ക് പള്ളിയും കർത്താവും അല്ലാതെ പിന്നെ എന്നാ ഒരു ആശ്രയം? ദിവസവും പള്ളിയിൽ കൊണ്ടുപോയി കർത്താവിനെ മണവാട്ടിയാക്കാമെന്നങ്ങൾ നേർന്നാലേ എവിടെയോ ഇവിടെ കെട്ടായിരിക്കുന്ന ചെറുക്കൻ പിന്നെ എന്നാ ചെയ്യും? തൽക്കാലം ഞാൻ ഒരു കർത്താവിന്റെയും ഭർത്താവിന്റെയും മണവാട്ടിയാകാൻ തീരുമാനിച്ചിട്ടില്ല. പോരെ? ഇന്നലെ എന്താ സണ്ണിച്ച താഴെ തങ്ങാടി വെച്ച് എന്തോ തല്ലോ വഴക്കുണ്ടായെന്ന് കേട്ടല്ലോ. ഒരു പുതിയ കണക്ക്. കല്ലൂക്കാരന്മാരൊരു പട്ടിക്ക് പേളകി. ഞാനൊരു പല്ലങ്ങ് പറിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. അല്ലേലും അയാൾ ഒരു മഹാവൃത്തികെട്ടവനാ. സണ്ണിച്ചായി നന്നായിട്ട് കൊടുത്തെന്ന് കേട്ടല്ലോ. ഞാൻ തോട്ടത്തിലേക്കാ. വീട്ടിലിറക്കാം. കേറ്. ഇത്ര സില്ലി ആയിട്ടുള്ള ഒരു കാര്യത്തിന് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? ഇച്ചായൻ 2 ദിവസം ഒന്ന് മാറി നിന്നപ്പോ എന്തൊക്കെ പുകല. നീ അത് വിട്. എന്തിനാടി? തടിമാടന്മാര് 4 എണ്ണല്ലേ നിനക്ക് ആംഗ്ലമാരായിട്ട്. നീ തരോട്ടിരിക്കെ. ഇനി ആ ഇൻസിഡന്റിന്റെ പേരില് നിന്നെ ആരെങ്കിലും കമന്റ് അടിച്ചാ നീ ഇച്ചായനോട് പറഞ്ഞാൽ മതി. ഇച്ചായൻ റെഡി അറിയാലോ അല്ലേ? നീ ശനിയാഴ്ച വീട്ടിലേക്ക് വാ, നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോവാം. പോട്ടെ. ഇച്ചായ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? എന്ത്? അപ്പൊ ഇച്ചായ അത് മറന്നുല്ലേ? അതെ, ഉള്ള സ്വീറ്റ്സ് ഒക്കെ വാരി വലിച്ചു വെച്ച് തടി കൂട്ടിയാലേ കെട്ടാൻ വരുന്ന ചെക്കന് ഒരു ഗുണ്ടുമണിയെ വേണ്ടെന്ന് പറയും കേട്ടോ. പോട്ടെ ചായ. ഇതിനെന്താ വില? 8 രൂപ. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. വാ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ? ബംഗ്ലാവില് 100 കൂട്ടം പണികളാ.
അയ്യോ പണിയെടുത്ത് നിന്റെ പൂമേനിയാകെ തേഞ്ഞു പോയില്ലോ കത്രി. അയ്യോ ദേ അന്തപ്പച്ചേട്ടൻ നിൽക്കുന്നു. എന്താ? ഏയ് തക്കാളി. ഓ ഇയാളെ കളിയായിരുന്നോ? അയ്യോ അവൻ നിന്നെ കാണണ്ട, നീ നടക്ക്. അവൻ നിന്നെ ഫോളോ ചെയ്തു വന്നതാണല്ലേ? അയ്യോ എനിക്കറിയില്ല. അവൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആ കോന്തിന് ഇഷ്ടമേ അല്ലേ ചേട്ടാ. കത്രി, നിന്നോടൊത്ത് ജീവിക്കാൻ വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അയ്യോ മരിച്ച പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? സോറി കത്രി, ഞാനിത് ഓർത്തില്ല. പിന്നെ ചേട്ടനൊന്ന് വാങ്ങിത്തന്ന സാരി ഒറ്റ അലക്കിന് കീറിപ്പോയി കേട്ടോ. ഓ എന്നാ അലക്കായിരുന്നു അത്? ശരിക്കും ഒന്നും അലക്കും കൂടി ഇല്ല, പിഴിഞ്ഞപ്പോ തന്നെ കീറിപ്പോയി. അയ്യോ ആ 40 കൊല്ലം പഴക്കമുള്ള ഏക സ്ഥാപനം എന്ന് എഴുതി വെച്ച കടയിൽ നിന്ന് വാങ്ങിയതല്ലേ? കീറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ വിഷമിക്കാതടി, കീറിയതിന് പകരം ഒരു സാരി 1 കൊല്ലം മാത്രം പഴക്കമുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം. പിന്നെ ഇന്ന് രാത്രി ഞാനങ്ങ് വരും, നീ കതവ് തുറന്ന് കാത്തിരിക്കണം. കത്രി പൊയ്ക്കോളൂ, അവൻ കാണണ്ട. ഐ വിൽ കം ബാക്ക്. യു ഗോ. പോകാൻ. ചേട്ടാ ഇതൊന്നും എന്താ വില? ചേട്ടാ കത്രി എവിടെ? കത്രി എവിടെ ഉണ്ട്? ഓ ഇത് വഴുതനെയാണല്ലോ. ചേട്ടാ കത്രി എവിടെ? നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇത്രയും നേരം നിന്റെ കൂടെ ഉണ്ട് കത്രിയല്ലേ? പറയടാ, കത്രിയല്ലേന്ന് പറയടാ. ആരോട് പറയുന്നത്? പറഞ്ഞ ജീവിതം പറയില്ലല്ലോ. അവൾ ചത്തുപോയ എന്റെ ഭാര്യയാണടാ. ഞാൻ അറിയാതെ ചോദിച്ചു. എവിടെ മത്തായി? മത്തായി എങ്ങോട്ട് പോയി ഇവൻ? എടാ എടാ ഈ പട്ടി. ഓലപ്പിശാചി നടന്നുവല്ല. പട്ടിയൊക്കെ കിടന്നു കത്രി. ഇത് ഞാനാ, ഞാൻ തുറക്ക്. കാത്തിരുന്ന് മുഷിഞ്ഞു ഇല്ലേ? സോറി കത്രി. അയ്യോ കാലുപിടി കാലുപിടി കാല്. അയ്യേ പാൻറ്റൂരെടുത്ത് ചട്ടിയിട്ടിട്ടില്ല. കൊല്ലും ഞാൻ. എടാ പിശാചേ, അയ്യോ എന്താ ഇവിടെ? എന്താ ഇത്? പാന്റ്. അത് മുതലാളി ഞാൻ. മിണ്ടി പോരുത്. അയ്യോ മുതലാളി അത് ഓടാ. പാതിരാത്രിക്ക് മാനം മര്യാദ കിടന്ന് ഉറങ്ങാൻ വരല്ലേ? നാണം മാനമില്ലാത്തങ്ങള്. ഓഹോ ഞാൻ പറഞ്ഞില്ലേടി ഇവള് സമനില തെറ്റിക്കുമെന്ന്? തെറ്റിച്ചു. എന്റെ ഈശോയെ. അമ്പപ്പന്റെ.